പോലീസ് ഓടിക്കുന്നത്. നല്ല വക്കീലാണ് ഫ്രണ്ടിലെ വരുള്ളൂ, അടുക്കള വസ്തു വരൂല. അടുക്കള വസ്തു വന്നത് കാശ് എണ്ണി മേടിച്ചിട്ടാണ് വക്കീല്. അതാ വക്കീല് പകുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വക്കീല്, അതുകൊണ്ടാണ് വക്കീല് ഇത്രയും ഇമ്പ്രസ് കാണിക്കുന്നത്. കാശിനെ പുറകുത്തുമേ ഓടിക്കുന്നത് കള്ളത്തരാണ്. സർക്കാരിനാണ് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഏത് സർക്കാരായാലും കുടിയൊടുപ്പ് അവകാശങ്ങളും കിട്ടും. 150 വർഷമായി ഞങ്ങൾ താമസിക്കുന്നത്. ആ കുടിയൊടുപ്പ് അവകാശങ്ങളും കിട്ടൂലേ? ഇല്ല, ഞങ്ങൾ അതാ പറയുന്നുള്ളൂ. ഞങ്ങളെ പിടിച്ചിട്ടല്ല പോലീസുകാരാ. കുട്ടികളാണ് പോലീസുകാരാണ്. പെണ്ണുങ്ങൾ പോലീസ് വനിതാ പോലീസ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വീട് വിട്ടു പോകൂല. സമരങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ അഭിഭാഷക കമ്മീഷനെതിരെയും കുടുംബങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അത് വികാരത്തിന് പുറത്തുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് അടുക്കള വശത്താണ് നോട്ടീസ് ഒട്ടിച്ചത്, അങ്ങനെ അവർ പണം വാങ്ങിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കുടുംബങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് നടപടിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ഈ പ്രതിഷേധവും സംഘർഷമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ മുതൽ പ്രതിഷേധവും സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി ആ സംഘർഷം കൂടുതൽ കടുക്കുകയും പിന്നോട്ടില്ലെന്ന് അഭിഭാഷക കമ്മീഷൻ നിലപാടെടുക്കുന്നു. അതിനോടൊപ്പം പോലീസ് നിൽക്കുകയും ചെയ്യുന്നു. ഈ അഭിഭാഷക കമ്മീഷന്റെ പ്രതികരണത്തിലേക്ക് ഡിവൈഎസ്പിയെ കണ്ടിട്ട് പറയാം. ഞങ്ങൾക്ക് പോലീസ് ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് പിൻവലിച്ചിട്ടില്ല. ഡിവൈഎസ്പി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നിലൂടെ നോട്ടീസ് വായിച്ച് നേരിട്ട് വന്നല്ല, നേരിട്ട് എല്ലാ സ്ഥിതിയും കയറാം. ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം ഒഴിപ്പിക്കാനായിട്ടുള്ളതാ. അതിന് ഇന്ന സ്ഥലം ഒന്നുമില്ല. സർക്കാർ ഉത്തരവൊന്നും സാറിന് കൈമാറിയിട്ടില്ല. അല്ല, കോടതി ഉത്തരവ് ഒരു വൈരാഗ്യമില്ല. ആരോടും വൈരാഗ്യമില്ല. കഴിഞ്ഞ 14 പ്രാവശ്യം ഒരിക്കലും പോവില്ല. ഇവരാ തടസ്സപ്പെടുത്തുന്നത്. മാറ്റും എല്ലാ തടസ്സക്കാരെ മാറ്റും. തടസ്സം മാറ്റാൻ കോടതി ഉത്തരവുണ്ട്. തടസ്സം മാറ്റാൻ കോടതി ഉത്തരവുണ്ട്. അത് ചെയ്യും. കോടതി ഉത്തരവിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കോടതി ഉത്തരവനുസരിച്ച് മാത്രം. ആരുണ്ടെങ്കിലും കോടതി ഉത്തരവനുസരിച്ച് മാത്രം പോലീസ് വളരെ സംയമനത്തോടുകൂടി യാതൊരു പ്രകോപനവും ചെയ്തിട്ടില്ല. അവരെ മാറ്റാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെയ്തിട്ടില്ല. ആരെ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള പ്രവൃത്തി മാത്രമാണ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അത് ചെയ്യും. അത് സംശയമൊന്നും വേണ്ട. എന്താ തടസ്സപ്പെടുത്തുന്നവരെ തടസ്സം മാറ്റണം. തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അതിനാണ് പോലീസ്. അല്ല, ബലപ്രയോഗം എന്താണെന്ന് അവരാ തീരുമാനിക്കണേ. അവർ പറഞ്ഞു സമാധാനമായിട്ട് പിരിഞ്ഞു പോകാൻ പറഞ്ഞതാണ്. എന്റെ അനുമതിയല്ല, കോടതിയുടെ അനുമതിയുണ്ട് അവർക്ക്. എന്റെ അനുമതിയല്ല, കോടതി അനുമതിയുണ്ട്. കോടതി ഉത്തരവ് അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതനുസരിച്ചാണ് ഇനിയും പ്രവർത്തിച്ചു. അത് അതിനെ ഇവിടെ തടസ്സം ചെയ്തു. അതുകൊണ്ട് അവരിവിടെ തടസ്സം ചെയ്തുകൊണ്ടാണ്. ഇനി ആ തടസ്സം നീക്കാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഹൈക്കോടതി ഭരണവും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭരണമായിട്ട് ബന്ധമില്ല. ഭരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കോടതി ഉത്തരവ് മാത്രം നടപ്പാക്കും. അത് നടപ്പാക്കാൻ ഇവിടെ തടസ്സം ചെയ്തിട്ടാണ്. ഡിവൈഎസ്പി എവിടെയാ? ഹലോ, ഹലോ, പ്രൊട്ടക്ഷൻ ഇല്ലേ? ഇത് പറയൂ.
എന്റെ അല്ല, എനിക്ക് കോടതി ഉത്തരവാണ് വലുത്. അത് നടപ്പാക്കാനാണ് എന്റെ ജോലി. അതിന് ഞാൻ പോലീസിന്റെ സഹായം കോടതി തന്നിട്ടുണ്ട്. അത് നടപ്പാക്കും. കഴിഞ്ഞ 14 സഹായം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ 14 തവണയല്ലേ, എല്ലാ പ്രാവശ്യവും ഇത് തന്നെയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു ആക്രമണം കഴിഞ്ഞാൽ ആക്രമണമില്ല, തടസ്സം ചെയ്ത നിയമവഴിക്ക് വഴിക്കാ പോണേ. നിയമത്തിന്റെ വഴിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ആരെ ഒരു പ്രാവശ്യവും ബലം ചോദിച്ചിട്ടില്ല. 14 പ്രാവശ്യം ഞങ്ങൾ സമാധാനം അറിയിക്കണം.